നമസ്കാരം, ട്രെൻഡിങ് കളക്ഷനിലേക്ക് സ്വാഗതം. ഞാനിന്നിവിടെ പറയാൻ പോകുന്നത് ഫുൾ ലെങ്ത്തിൽ വരുന്ന നമ്മുടെ സാധാ നൈറ്റിയുടെ ലെങ്ത്തിൽ വരുന്ന ഒരു ഫ്രോക്ക് നൈറ്റിയുടെ കട്ടിങ് വീഡിയോ ആണ്. അപ്പോൾ അതൊന്ന് കാണുന്നതിൻ്റെ മുന്നേ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണൂ. അപ്പോൾ നമുക്ക് ഇതിന് വേണ്ടിയിട്ട് ലെങ്ത്ത് കൂടുതൽ കിട്ടാനായിട്ട് രണ്ട് കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്. അത് ഞാൻ പറയാം. ഒന്നാമതായിട്ട് 3/20 ബിറ്റാണ് എടുക്കേണ്ടത്. 3 ബിറ്റിൻ്റെ ബിറ്റ് എടുത്തിട്ട് 2.90 3/20 സാധാരണ നൈറ്റി തുണികൾ വരിക. അപ്പോൾ അതിൽ ലെങ്ത്ത് കൂടുതൽ വേണമെന്നുള്ളവർ, സാധാ നോർമലിൽ വേണമെന്നുള്ളവർ ഇതുപോലെ 3/20 ബിറ്റ് വാങ്ങുക. എന്നിട്ടത് നല്ല വശം ഉള്ളിലേക്ക് ആക്കിയിട്ട് ഇങ്ങനെ രണ്ടാക്കി മടക്കിയിട്ട് ഒരു ലെയറിന് എടുക്കണുള്ളൂ കേട്ടോ. അപ്പോൾ അതിലൊരു 6 ഇഞ്ച് 6 ഇഞ്ച് 6 ഇഞ്ച് അങ്ങനെ ഒരു 6.5 ഇഞ്ചിൽ 3 പീസ് ഉണ്ടാക്കണം. അത് താഴത്തെ ഫ്രില്ലിന് വേണ്ടിയിട്ടാണ്. അത് ഒരു 6.5 തൊട്ടിട്ട് കൂടുതലാവാം, അതായത് 8 ഇഞ്ച് വരെയൊക്കെ ആവാം. 8 ഇഞ്ചൊക്കെ ആവുമ്പോൾ ഫ്രോക്കിന് ലെങ്ത്ത് കുറയും. അപ്പോൾ അതിന് ലെങ്ത്ത് കൂടുതൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ 6.5 ഇഞ്ചിൽ ആക്കിയത്. എങ്കിലും ഫ്രില്ല് കാണാൻ മാത്രമുള്ള വലിപ്പമുള്ളത് ഉണ്ടായിരിക്കും. അപ്പോൾ അങ്ങനെ 6.5 ഇഞ്ചിൽ 3 പീസ് വെട്ടി മാറ്റുക. അങ്ങനെ വെട്ടി മാറ്റിയതിന് ശേഷം ഒരു 3 ഇഞ്ച് വീതിയിൽ വീണ്ടും ഒരു പീസും കൂടി വെട്ടി മാറ്റണം. അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ വള്ളി വെക്കാൻ വേണ്ടിയിട്ടാണ്. ഫ്രോക്ക് നൈറ്റിക്കൊക്കെ സാധാരണ ഒരു വള്ളി വെച്ച് കഴിഞ്ഞാൽ നല്ല ഫിറ്റായിട്ട് നല്ല ഷേപ്പിലും കിടക്കും. അപ്പോൾ അതും കൂടി വെട്ടി മാറ്റിയതിന് ശേഷം തുണി 4ആക്കി മടക്കിയിട്ട് തേര് ഭാഗം പുറത്തേക്കും നല്ല ഭാഗം മടക്ക് ഭാഗം നമ്മളുടെ സൈഡിലേക്കും ആവുന്ന രീതിയിൽ തുണി 4 പീസാക്കി മടക്കിയിട്ട് ഇങ്ങനെ നിവർത്തിയിടുക. എന്നിട്ട് മാർക്ക് ചെയ്യാം. ഇപ്പോൾ എങ്ങനെ ചെയ്താലും ഈ 3/20 ബിറ്റാവുക കാരണം തന്നെ ഇതിലൊരു 50 ഇഞ്ചൊക്കെ ലെങ്ത്ത് എന്തായാലും ഇതിൽ കിട്ടും. പിന്നെ ആ ഫ്രില്ലിന് മാറ്റി വെച്ചിട്ടുള്ള പീസും കൂടി ജോയിൻ ചെയ്യുമ്പോൾ 53 ഇഞ്ച് എന്തായാലും കിട്ടും. അപ്പോൾ ഇതിൻ്റെ വണ്ണം 42 ഇഞ്ചിലാണ് ഈ നൈറ്റി ചെയ്യണത്. അപ്പോൾ 42 ഇഞ്ചിന് വേണ്ടിയിട്ട് നമുക്ക് മാർക്ക് ചെയ്യാം. ആദ്യം നമുക്ക് നെക്കിൻ്റെ വിഡ്ത്ത് മാർക്ക് ചെയ്യാം. നെക്ക് ഒരു 3 ഇഞ്ചും മാർക്ക് ചെയ്യാം. പിന്നെ ഷോൾഡർ ഒരു 7 ഇഞ്ചുമാണ് ചെയ്യണത്. 3, 7 ഷോൾഡറിന് വേണ്ടിയിട്ടൊരു 7 അവിടെ 7 ആം ഹോളിനായിട്ടൊരു 7 ഇഞ്ച് താഴത്തേക്ക് മാർക്ക് ചെയ്യാം. അവിടെ നിന്ന് ഇങ്ങോട്ടും കറക്റ്റായിട്ട് 7 കൊടുക്കുക. അപ്പോൾ അത് കറക്റ്റായിട്ടൊരു പോയിൻ്റ് കിട്ടും. ആ പോയിൻ്റ് ഒന്ന് മാർക്ക് ചെയ്യാം. ഒന്ന് സ്ക്വയർ ആക്കിയിട്ട് വരയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഒന്ന് ചെയ്യാം. അവിടെ നിന്ന് ഇങ്ങോട്ടും താഴത്ത് കറക്റ്റായിട്ട് 7 മാർക്ക് ചെയ്യുക. എന്നിട്ട് അതൊന്ന് ജോയിൻ ചെയ്യുക. അപ്പോൾ അങ്ങനെ അതിലൊരു ഷേപ്പാണ് വരയ്ക്കുന്നത്. ഷേപ്പ് അത് എവിടേക്കാണ് ചെസ്റ്റിൻ്റെ അളവ് കൂടി എടുത്തിട്ട് വേണം ഷേപ്പ് ഒന്ന് വരയ്ക്കാൻ. ഒരു 10.5 ഇഞ്ചാണ് അവിടെ നിന്ന് മാർക്ക് ചെയ്യണേ. 10.5 ഇഞ്ച് പ്ലസ് 1.5 ഇഞ്ച് തയ്യൽ തുമ്പ് ഇട്ടിട്ടാണ്. അപ്പോൾ ഒരു 12 ഇഞ്ചാണ് മൊത്തം അവിടെ വണ്ണം വരുന്നത്. പിന്നെ ഷേപ്പിന് വേണ്ടിയിട്ടൊരു 14.5 ഇഞ്ചിൽ ഒരു 9.5 ഇഞ്ച് ഇങ്ങനെ ഷേപ്പ് മാർക്ക് ചെയ്യുക. 9.5 പ്ലസ് തയ്യൽ തുമ്പ്. പിന്നെ ഒരു 21 ഇഞ്ച് ലെങ്ത്തിൽ ഒരു 12 ഇഞ്ച് അവിടെ മാർക്ക് ചെയ്യുക. ഒരു ഹിപ്പ് ഭാഗത്ത് 12 ഇഞ്ച് ഇതിൽ അത്യാവശ്യം ലൂസ് കിട്ടും. അപ്പോൾ അത് മാർക്ക് ചെയ്യുക. അതിൻ്റെ തയ്യൽ തുമ്പും ഇടുക. എന്നിട്ട് ആ തയ്യൽ തുമ്പ് വിട്ടതിൻ്റെ ആ ഷേപ്പിലേക്ക് ഒന്ന് മാർക്ക് ചെയ്യുക. 2 മാർക്ക്, ഒന്ന് അടിക്കണത്, ഒന്ന് സ്റ്റിച്ച് ചെയ്യണ മാർക്കിങ്ങും ഒന്ന് തയ്യൽ തുമ്പിൻ്റെ മാർക്കും. എന്നിട്ട് ഹിപ്പിൻ്റെ അവിടുന്ന് ഒരു 21 ഇഞ്ചിൽ നിന്ന് താഴത്തേക്ക് മാക്സിമം എത്രയാണോ കിട്ടുക വെച്ചാൽ അത് വരയ്ക്ക് ഒന്ന് നീട്ടിയിട്ടൊന്ന് വരയ്ക്കുക. എന്നിട്ട് താഴത്തുനിന്ന് 1 ഇഞ്ച് കയറ്റിയിട്ട് വേണം ഒന്ന് ഷേപ്പ് ചെയ്യാൻ. അല്ലെങ്കിൽ ഇത് അടിച്ചു കഴിഞ്ഞാൽ സൈഡ് തൂങ്ങി നിൽക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ അവിടെ ഒന്ന് കയറ്റി വെട്ടണത്, ഒന്ന് ഷേപ്പാക്കിയിട്ട്. അപ്പോൾ അളവൊന്നും കൂടി പറയാം. 10.5 പ്ലസ് തയ്യൽ തുമ്പാണ്. മാതിരി 14.5 ഇഞ്ച് ഇറക്കത്തിൽ 9.5. അതാണ് നമ്മളുടെ മെയിൻ അളവോളം. അതാണ്, അതൊന്നും മാറണ്ട. പിന്നെ ഹിപ്പിൻ്റെ അവിടെ നിന്ന് ഒരു 21 ഇഞ്ച് ഇറക്കത്തിൽ 12 ഇഞ്ച്. അപ്പോൾ നമ്മളുടെ മെയിൻ അളവോളം കഴിഞ്ഞു. പിന്നെ ഇനി നെക്ക് നമ്മൾ ചെയ്തിട്ടില്ല. നെക്ക് വിഡ്ത്ത് നമ്മൾ 3 ഇഞ്ച് അവിടെ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. താഴത്തേക്ക് ഒരു 6.5 ഇഞ്ചും. അപ്പോൾ ആ 6.5 ഇഞ്ചും ഈ 3 ഇഞ്ചും തമ്മിൽ ഒന്ന് ജോയിൻ ചെയ്യാം. വി ഷേപ്പാണ് നെക്ക് ഉദ്ദേശിക്കുന്നത്. സ്ട്രെയിറ്റ് വി ആകുമ്പോൾ ഒരു വൃത്തി ഉണ്ടാവില്ല. അപ്പോൾ അതിൻ്റെ സെൻട്രൽ ഭാഗത്തു നിന്ന് ഒരു ചെറിയൊരു കർവായിട്ടൊരു വി ഷേപ്പാക്കി വയ്ക്കുക.
അപ്പോൾ അങ്ങനെ അതും മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതൊക്കെ ഓരോന്നും മാർക്ക് ചെയ്തതൊക്കെ വെട്ടാം നമുക്ക്. പിന്നെ ഈ ഭാഗം കൊണ്ടാണ് ആ ബാക്കി വരുന്ന ആ ചെറിയൊരു ഭാഗമാണ് നമുക്ക് സ്ലീവിനായിട്ട് കിട്ടുള്ളൂ. അത് ഇത് പഫ് സ്ലീവാണ് ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അത് കാരണം തന്നെ ഒട്ടും ഹൈറ്റ് കുറയ്ക്കാണ്ട് ഫുൾ അതിൻ്റെ എടുത്തിട്ട് ആണ് ചെയ്യണത്. എങ്കിലാണ് നല്ല പഫിന് നന്നായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ മാക്സിമം ആ ഹൈറ്റ് എടുത്തു. എന്നിട്ട് കുറച്ച് വീതിയിൽ, പഫിനറിയാലോ നമുക്ക് കുറച്ച് കൂടുതൽ എടുക്കണം. സാധാ ഒരു വണ്ണം 12 ഇഞ്ചാണെങ്കിൽ ഒരു 15 ഇഞ്ചൊക്കെ വീതിയിൽ എടുക്കുക. അങ്ങനെ അതും ചെയ്തു. അത് മാർക്ക് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് വെട്ടാം. താഴത്തുനിന്ന് വെട്ടി വരാം. ആ ഷേപ്പ് 1 ഇഞ്ച് കയറ്റിയിട്ട് അവിടെ ഒന്ന് ഷേപ്പാക്കിയിട്ട് വെട്ടണം. എന്നിട്ട് നേരെ താഴത്തുനിന്ന് മുകളിലേക്ക് വെട്ടി വരാം. സാധാരണ ഇപ്പോൾ ആംഗിൾ ലെങ്ത്താണ് നൈറ്റികളൊക്കെ കൂടുതൽ കണ്ടുവരുന്നത്. പക്ഷേ ചിലവർക്ക് അത് ലെങ്ത്ത് കൂടുതലുണ്ടോയെന്ന് ചോദിക്കാറുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഇത് ചെയ്യണത്. അപ്പോൾ അവർക്കത് ഉപകാരമാകുമെന്ന് വിചാരിക്കുന്നു. എന്തായാലും നോക്കാം. അപ്പോൾ നമ്മളുടെ മെയിൻ പാർട്ട് വെട്ടൽ കഴിഞ്ഞു. പിന്നെ സ്ലീവ് വെട്ടി. സ്ലീവ് മാക്സിമം നമുക്ക് എടുക്കാം കേട്ടോ, ഒട്ടും വേസ്റ്റ് ചെയ്യണ്ട. മാക്സിമം എടുത്തു കഴിഞ്ഞാലാണ് കയ്യിന് നല്ല ഉളപ്പുണ്ടായിട്ട് നല്ല ഭംഗി ഉണ്ടാവുക കാണാൻ. എൻ്റെ സെൻറ്റർ ഭാഗം ഒന്ന് കട്ട് ചെയ്യുക. അപ്പോൾ അത് സ്ലീവും കഴിഞ്ഞു. ഇനി ആ ഫ്രണ്ടും ബാക്കും വേറെ ആക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആ സെൻട്രൽ പോർഷൻ ഒന്ന് കട്ട് ചെയ്തിട്ട് വേർതിരിക്കുക. അപ്പോൾ ബാക്കും ഫ്രണ്ടും വേറെ ചെയ്യേ. ഇനി ബാക്കിൻ്റെ നെക്ക് ഒന്ന് ആദ്യം ചെയ്യുക. ബാക്ക് നെക്ക് വീതി നെക്കിൻ്റെ ഫ്രണ്ടിലെടുത്ത പോലെ തന്നെ 3 ബാക്കിലും എടുക്കുക. താഴത്തേക്ക് ഇവിടെ 3 എടുക്കുന്നത്. അത് നമ്മളുടെ ഇഷ്ടാനുസരണം എടുക്കാം. 3 കൂടുതലൊക്കെ എടുക്കാം. ഇവിടെ 3 എടുത്തിട്ട് ഞാനൊരു യു ഷേപ്പിലാണ് മാർക്ക് ചെയ്തത്. യു ഷേപ്പോ സ്ക്വയറോ എങ്ങനെ വേണമെങ്കിൽ ചെയ്യാം. ഇവിടെ ഞാൻ യു ഷേപ്പിൽ കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ബാക്കും കഴിഞ്ഞു. ഇനി ഫ്രണ്ടാണ് കട്ട് ചെയ്യേണ്ടത്. ഫ്രണ്ട് ആ വി ഷേപ്പ് നമ്മൾ മാർക്ക് ചെയ്തത് അതും കറക്റ്റായിട്ടൊന്ന് ചെയ്യാം. അപ്പോൾ ഫ്രണ്ടിൻ്റെയും കഴിഞ്ഞു. ഫ്രണ്ടെല്ലാം ഫുള്ള് നൈറ്റിയുടെ കട്ടിങ് കഴിഞ്ഞു. ഇനി ആ നെക്ക് പീസിലേക്ക് വേണ്ടിയിട്ടൊരു അടിച്ച് മറയ്ക്കാൻ വേണ്ടിയിട്ടൊരു പീസ് വെട്ടണം. അപ്പോൾ അതിലധികം വേസ്റ്റൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ആ സൈഡിൽ നിന്ന് കിട്ടണമെന്ന് ഒരു 2 പീസ് എടുത്തിട്ട് ജോയിൻ ചെയ്തിട്ടാണ് കട്ട് ചെയ്യേണ്ടത്. അല്ലെങ്കിൽ കട്ട് ചെയ്തിട്ട് ജോയിൻ ചെയ്താലും മതി. അപ്പോൾ അതിന് ഒരു ചെറിയൊരു കുറച്ച് ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ആ സൈഡിൽ കുറച്ച് ഒരു 1/2 ഇഞ്ച് കൂടുതൽ ഇട്ടിട്ട് വേണം നമുക്ക് ആ പീസ് മാറ്റി വെച്ചിരുന്ന് ഒന്ന് മാർക്ക് ചെയ്തിട്ട് ഒന്ന് ഷേപ്പാക്കാം. വി ഷേപ്പിൽ ഇങ്ങനെ മാർക്ക് ചെയ്യുക. അത് കറക്റ്റ് വെക്കണം കേട്ടോ. കുറച്ച് മാറിപ്പോയി കഴിഞ്ഞാൽ പിന്നെ ജോയിൻ ചെയ്യുമ്പോൾ ബുദ്ധിമുട്ടായിരിക്കും. ആ വി ഷേപ്പ് കറക്റ്റായിട്ട് അങ്ങനെ വെച്ച് കറക്റ്റായിട്ട് മാർക്ക് ചെയ്യുക. താഴത്ത് ആ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു 1/2 ഇഞ്ച് തുമ്പ് വിട്ടിട്ട് വേണം അവിടെ ചെയ്യാൻ. പിന്നെ ഈ സൈഡിലേക്കും ഒരു 1 ഇഞ്ച് വീതിയിൽ ഇങ്ങനെ മാർക്ക് ചെയ്യുക. അപ്പോൾ അടിച്ച് മറയ്ക്കാനുള്ള പീസും കിട്ടി. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്തിട്ടുള്ള നൈറ്റി കാണാം. അപ്പോൾ ഇതിപ്പോൾ ട്രെൻഡായി കൊണ്ടിരിക്കുന്നതാണ് ഫ്രോക്ക് നൈറ്റി. അത് കൂടുതലും ആംഗിൾ ലെങ്ത്താണ് കാണുന്നത്. അപ്പോൾ എല്ലാവർക്കും കുറേ ആൾക്കാർക്ക് അത് ഫുൾ ലെങ്ത് ഉള്ളത് ചെയ്യുമോ കിട്ടുമോ എന്നൊക്കെ അന്വേഷിക്കാറുണ്ട്. ഞാൻ ഇവിടെ കുറച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അതൊക്കെ സെയിലായിപ്പോയി. അപ്പോൾ ഇതിപ്പോൾ ഒരാൾ പറഞ്ഞിട്ടാണ് അതും കണ്ടില്ലേ. ഇതാണ് സ്റ്റിച്ചിങ് കഴിഞ്ഞിട്ടുള്ള ലുക്ക് വരുന്നത്. അപ്പോൾ ഇത് ഇഷ്ടപ്പെട്ടാലൊന്ന് ലൈക്ക് ചെയ്യൂ, കമൻറ്റ് ചെയ്യൂ, ഷെയർ ചെയ്യൂ. കൂടാതെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണും. എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം. അപ്പോൾ അന്ന് അറിയിക്കുക. ഓക്കെ, താങ്ക് യു.